ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയുടെ ഭൗതിക ശരീരം കഴിഞ്ഞ 4 മാസത്തിലേറെയായി അല്ലെങ്കിൽ 125 ദിവസങ്ങൾ വരെയായിട്ട് എവിടെയായിരുന്നു എന്ന ചോദ്യം പല കോണുകളിൽ നിന്നുണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ട് ശവസംസ്കാരം നടത്തുന്നില്ല എന്ന ചോദ്യത്തിനൊക്കെ ഒടുവിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഫെബ്രുവരി 28-നുണ്ടായ US-ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമേനിയുടെ ശരീരം ഇസ്ലാമിക നിയമങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് ഒരു ഫോറൻസിക് മോർച്ചറിയിലെ പ്രത്യേക അൾട്രാ കോൾഡ് ശീതീകരണ മുറിയിലാണ് സൂക്ഷിച്ച് വെച്ചിരുന്നത്. യുദ്ധകാല സാഹചര്യങ്ങളും സുരക്ഷാ ഭീഷണികളും കാരണം സംസ്കാരം നീണ്ടുപോയപ്പോൾ രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള എംബാമിംഗ് പൂർണ്ണമായിട്ടും ഒഴിവാക്കി താപനില ക്രമീകരിച്ചാണ് ഭൗതിക ശരീരം സംരക്ഷിച്ചത്. തങ്ങളുടെ പരമോന്നത നേതാവിന്റെ വിയോഗത്തിന് പിന്നാലെ ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭീഷണികളെ രാജ്യം എങ്ങനെ നേടുന്നുവെന്നും ലോകം ഉറ്റുനോക്കുകയാണ്. സമാധാന കരാറുകൾക്കായിട്ട് ഇറാൻ യാചിക്കുകയാണ് എന്ന ട്രംപിന്റെ പ്രസ്താവനകളെ തള്ളിക്കളയുന്നതാണ് ഇറാന്റെ ഈ ഒരു പുതിയ സൈനിക സാമ്പത്തിക പ്രതിരോധ നടപടികൾ. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അഹങ്കാരത്തിന് തക്കതായിട്ടുള്ള മറുപടി നൽകാൻ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ കീഴിൽ രാജ്യം പൂർണ്ണ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. തങ്ങളെ തകർക്കാൻ ട്രംപിന് കഴിയില്ല എന്നും അമേരിക്കയുടേത് വെറും വാചക കസർത്തുകൾ മാത്രമാണെന്നും ടെഹ്റാൻ വ്യക്തമാക്കുന്നു. ഇറാന്റെ ഏറ്റവും വലിയ തന്ത്രപരമായിട്ടുള്ള നീക്കം തങ്ങളുടെ ജീവനാഡിയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം കടുപ്പിച്ചത് എന്നതാണ്. ഈ ഒരു സുപ്രധാന ജലപാതയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് പ്രത്യേക സർവീസ് ഫീ ഈടാക്കാൻ ഇറാൻ തീരുമാനിച്ചിരുന്നു. വാഷിംഗ്ടണിന്റെ കടുത്ത എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് ഒമാനുമായിട്ട് സഹകരിച്ച് ഇറാൻ ഈ ഒരു പുതിയ ക്രമീകരണം നടപ്പിലാക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയ പുതിയ ഫീസിംഗിൽ തങ്ങളുടെ സഖ്യകക്ഷികളായിട്ടുള്ള സൗഹൃദ രാജ്യങ്ങൾക്ക് പ്രത്യേക ഇളവുകൾ നൽകുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൈനയിൽ നടന്ന വേൾഡ് പീസ് ഫോറത്തിൽ ബീജിംഗിലെ ഇറാൻ അംബാസിഡറാണ് ഈ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള വിവരം ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടത്. അമേരിക്കയെ സാമ്പത്തികമായിട്ടും തന്ത്രപരമായും ഒറ്റപ്പെടുത്താനുള്ള ഇറാന്റെ വലിയ നീക്കം കൂടിയാണിത്. ട്രംപിന്റെ ഭീഷണികൾ പശ്ചിമേഷ്യയിൽ വില പോകില്ലെന്ന് തെളിയിക്കുന്നതാണ് ഖമേനിയുടെ വിലാപ ചടങ്ങുകളിൽ റഷ്യയുടെയും ചൈനയുടെയും സാന്നിധ്യം തെളിയിക്കുന്നത്. ഇതോടൊപ്പം തന്നെ റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള ലോകത്തെ വൻ ശക്തികൾ ഇറാൻ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ 100ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ടെഹ്റാനിലെ ചടങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നത്. ഈ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ ഇറാന്റെ പരമാധികാരത്തെ മാനിച്ചുകൊണ്ട് അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണങ്ങളെ ശക്തമായിട്ട് അപലപിച്ചിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തി അമേരിക്ക കാട്ടുന്ന നീതിയാണ് നടപ്പാക്കുന്നത് എന്ന് ചൈന കുറ്റപ്പെടുത്തിയിരുന്നു. ഇറാന്റെ പുതിയ ഭരണകൂടമായിട്ട് നയതന്ത്ര പ്രതിരോധ മേഖലകളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള പങ്കാളിത്തം തുടരുമെന്ന് ബീജിംഗ് ഉറപ്പും നൽകിയിട്ടുണ്ട്. ഇറാന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് ചൈന തങ്ങളുടെ സൈനിക നേതൃത്വത്തെ കൂടുതൽ ശക്തമാക്കുന്ന നടപടികളിലേക്കും കടന്നിരുന്നു. ഖമേനിയുടെ വിലാപ ചടങ്ങുകൾ പുരോഗമിക്കുന്ന അതേ സമയത്ത് തന്നെ ചൈനീസ് എൻഫോഴ്സ്മെന്റ് മേധാവി അടക്കമുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ ജനറൽ പദവിയിലേക്ക് ഷി ജിൻപിങ് ഉയർത്തിയിരുന്നു. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ കടന്നുകയറ്റങ്ങൾക്കെതിരെയുള്ള ചൈനയുടെ പരോക്ഷമായിട്ടുള്ള സൈനിക ജാഗ്രതയാണിത്. മറുഭാഗത്ത് റഷ്യ ഇറാൻ ആവശ്യമായിട്ടുള്ള ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും രഹസ്യ അന്വേഷണ വിവരങ്ങളും കൈമാറി സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. US-ഇസ്രായേൽ സഖ്യത്തിന്റെ അടുത്ത നീക്കങ്ങൾ മുൻകൂട്ടി അറിയാനും പ്രതിരോധിക്കാനും റഷ്യൻ സാങ്കേതിക വിദ്യ ഇറാനെ ഏറെ സഹായിക്കുന്നുണ്ട്. ട്രംപിന്റെ ഭീഷണികളെ വെറും പൊള്ളയായിട്ടുള്ള വാക്കായി കാണാൻ ഇറാന് സാധിക്കുന്നത് റഷ്യ നൽകുന്ന ഈ പിൻബലം കൊണ്ടാണ്. ഖമേനിയുടെ മരണത്തിന് പിന്നാലെ ഇറാന്റെ വിപ്ലവ ഗാർഡ് തങ്ങളുടെ കമാൻഡ് സംഘടന പൂർണ്ണമായിട്ടും പുനഃസംഘടിപ്പിച്ചു. അമേരിക്കയുടെ റെജിം ചേഞ്ച് അല്ലെങ്കിൽ ഭരണമാറ്റ തന്ത്രങ്ങളെ തകർക്കാൻ പുതിയ സുപ്രീം കൗൺസിലുകൾ രൂപീകരിച്ച് പ്രതിരോധം ശക്തമാക്കി. നേതാക്കൾ കൊല്ലപ്പെട്ടാലും രാജ്യത്തിന്റെ നയങ്ങളിൽ മാറ്റം ഉണ്ടാകില്ലെന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. പ്രാദേശിക തലത്തിൽ തങ്ങളുടെ അച്ചുതണ്ടായ ഹിസ്ബുള്ള, ഹൂത്തികൾ, ഹമാസ് എന്നീ പ്രതിരോധ ഗ്രൂപ്പുകളെ ഇറാൻ കൂടുതൽ സജീവമായി നിർത്തിയിരിക്കുന്നു. ഈ ഒരു സംഘടനകളുടെ ഉന്നത പ്രതിനിധികൾ ടെഹ്റാനിലെത്തി ഇറാന്റെ പുതിയ ഭരണ നേതൃത്വവുമായിട്ട് നേരിട്ട് ചർച്ചകൾ നടത്തി. വിലാപ ചടങ്ങുകൾക്ക് ശേഷം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാനുള്ള തന്ത്രങ്ങളാണ് ഇവിടെ രൂപപ്പെടുന്നത്. അമേരിക്കയുമായി
ഒപ്പിട്ട താൽക്കാലിക വെടിനിർത്തൽ കരാർ ഇറാന്റെ ബലഹീനതയല്ല, മറിച്ച് തന്ത്രപരമായിട്ടുള്ള ഒരു പിന്മാറ്റം മാത്രമാണ്. വിലാപ ചടങ്ങുകൾ സുരക്ഷിതമായിട്ട് പൂർത്തിയാക്കാനും ജനങ്ങളെ ഒന്നിപ്പിക്കാനും വേണ്ടിയാണ് ഇറാൻ ഈ ഒരു സമയം വിനിയോഗിക്കുന്നത്. ഈ ഒരു താൽക്കാലിക ഇടവേളയിൽ സൈനിക പുനഃസംഘടനയാണ് ഇറാൻ രഹസ്യമായിട്ട് നടത്തുന്നത്. ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യയും ഭൂഗർഭ മിസൈൽ താവളങ്ങളും ഇപ്പോഴും പൂർണ്ണമായിട്ടും സുരക്ഷിതമാണ്. അമേരിക്കൻ ആക്രമണങ്ങൾ ഭയന്ന് ഇറാൻ തങ്ങളുടെ പ്രധാന സൈനിക ആസ്തികളെല്ലാം സുരക്ഷിതമായിട്ടുള്ള ഭൂഗർഭ ബങ്കറുകളിലേക്ക് മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞു എന്നും പറയുന്നുണ്ട്. എന്തായാലും ഒരൊറ്റ ആക്രമണം കൊണ്ട് ഇറാനെ തകർക്കാമെന്ന ട്രംപിന്റെ മോഹം നടക്കില്ല. വിലാപയാത്രയിൽ പങ്കെടുത്ത കോടിക്കണക്കിന് ജനങ്ങൾ ഇറാന്റെ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ രാജ്യം ഒറ്റക്കെട്ടാണ് എന്നതിന്റെ തെളിവാണ് സൂചിപ്പിക്കുന്നത്. ജനങ്ങൾ ഖമീനിയെ വെറുക്കുന്നു എന്ന ട്രംപിന്റെ പ്രസ്താവന എത്രത്തോളം യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ് എന്ന് ടെഹ്റാനിലെ ജനസമുദ്രം തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പിന്തുണയാണ് ഇറാന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നതും. ചൈനയുമായുള്ള 25 വർഷത്തെ തന്ത്രപ്രധാനമായിട്ടുള്ള സാമ്പത്തിക കരാർ ഇറാൻ കൂടുതൽ വേഗത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ ചൈനയിലേക്കുള്ള എണ്ണ കയറ്റുമതി ഇറാൻ സജീവമാക്കി നിർത്തിയിരിക്കുന്നു. ഇത് രാജ്യത്തിന്റെ തകർന്ന സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാഖുമായുള്ള ബന്ധം ഇറാൻ മുൻപത്തേക്കാൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇനി ഖമേനിയുടെ ഭൗതിക ശരീരം ഇറാഖിലെ വിശുദ്ധ നഗരങ്ങളായിട്ടുള്ള നജാഫിലും കർബലയിലും വിലാപയാത്രയ്ക്കായിട്ട് എത്തിക്കുന്നുണ്ട്. ഇറാഖ് സർക്കാരിന്റെയും അവിടുത്തെ ഷിയ പോരാളികളുടെയും പൂർണ്ണ പിന്തുണ ഇറാന്റെ നീക്കങ്ങൾക്ക് പിന്നിലുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ വിശ്വസ്ത പങ്കാളിയായിട്ടുള്ള ഇസ്രയേലിനെ പൂർണ്ണമായിട്ടും നിരീക്ഷണത്തിലാക്കാൻ ഇറാന്റെ ഡ്രോൺ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിർത്തികളിൽ ചെറിയ രീതിയിലുള്ള സമ്പർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിലും വലിയൊരു യുദ്ധത്തിന് ഇസ്രയേൽ ഇപ്പോൾ മടിക്കുകയാണ്. കാരണം ഇറാന്റെ മിസൈലുകൾ തങ്ങളുടെ നഗരങ്ങളെ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്ന് അവർക്കറിയാം. ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ വെറും ഭീഷണികൾ മാത്രമാണെന്നും ചർച്ചകളുടെ മേശപ്പുറത്ത് മുൻതൂക്കം തേടാനുള്ള കുതിര കച്ചവട തന്ത്രമാണെന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുന്നുണ്ട്. ചതിയനായ ഒരു ഭരണാധികാരിയുടെ വാക്കുകൾക്ക് വഴങ്ങി തങ്ങളുടെ പരമാധികാരം പണയം വെക്കാൻ ഇറാൻ ഒരിക്കലും തയ്യാറല്ല. റഷ്യയും ചൈനയും ഇറാനൊപ്പം നിൽക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ ഒരു പുതിയ ആഗോള ചേരിയാണ് രൂപപ്പെടുന്നത്. ഇത് അമേരിക്കയുടെ ഏകധ്രുവ ലോകക്രമത്തിന് ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ ആഘാതം കൂടിയാണ്. ഇറാന്റെ തകർച്ച ആഗ്രഹിക്കുന്ന അമേരിക്കയ്ക്ക് ഈ ഒരു സഖ്യം വലിയൊരു തലവേദനയായിട്ട് മാറിയിരിക്കുന്നു. തങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ മരവിപ്പിച്ച് അമേരിക്കൻ നടപടിക്കെതിരെ അന്താരാഷ്ട്ര കോടതികളെ സമീപിക്കാനും ഇറാൻ നീക്കം നടത്തുന്നുണ്ട്. ഇനി നയതന്ത്ര തലത്തിൽ അമേരിക്കയെ പ്രതിക്കൂട്ടിലാക്കാൻ ചൈനയുടെയും റഷ്യയുടെയും നിയമവിദഗ്ധർ ഇറാനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാന്റെ വിപ്ലവ ഗാർഡിന്റെ നാവികസേന ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ അത്യാധുനിക സമുദ്ര അന്തർവാഹിനികളും തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച മിസൈൽ ബോട്ടുകളും വിന്യസിച്ചിട്ടുണ്ട്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് മുതിർന്നാൽ കടുത്ത തിരിച്ചടി നൽകാനാണ് നിർദ്ദേശമുള്ളത്. ഈ വിലാപ ചടങ്ങുകൾ അവസാനിക്കുന്ന ജൂലൈ 9 ശേഷം ഇറാന്റെ അടുത്ത തന്ത്രപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുതിയ സുപ്രീം ലീഡറുടെ നയങ്ങൾ കൂടുതൽ കർക്കശമായിരിക്കുമെന്ന് ഇറാന്റെ ഔദ്യോഗിക വക്താക്കൾ സൂചന നൽകിയിട്ടുണ്ട്. അമേരിക്കൻ ജനതകൾക്കിടയിൽ ട്രംപിന്റെ യുദ്ധക്കൊതിക്കെതിരെ ഉയർന്നു വരുന്ന ആഭ്യന്തര പ്രതിഷേധങ്ങളും ഇറാന് അനുകൂല ഘടകമാണ്. ഒരു വലിയ യുദ്ധത്തിലേക്ക് അമേരിക്കൻ സൈന്യത്തെ തള്ളിവിടാൻ ട്രംപിന് എളുപ്പത്തിൽ സാധിക്കില്ല. ഇത് മനസ്സിലാക്കിയാണ് ഇറാൻ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത്. ചുരുക്കത്തിൽ 4 മാസത്തെ രഹസ്യ സംരക്ഷണത്തിന് ശേഷം ഖമേനിയുടെ ശരീരം പൊതുദർശനത്തിന് എത്തിച്ചതുവഴി ഇറാന്റെ ആഭ്യന്തര സുരക്ഷിതത്വവും ഭരണസ്ഥിരതയുമാണ് ലോകത്തിന് മുന്നിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ട്രംപിന്റെ ഭീഷണികൾ വെറും ജലരേഖയായിട്ട് മാറുകയാണ്. റഷ്യയുടെ സൈനിക കരുത്തും ചൈനയുടെ സാമ്പത്തിക നയതന്ത്ര പിന്തുണയും കൂടിച്ചേരുമ്പോൾ ഇറാന്റെ അടിത്തറ ഇളക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നത് വ്യക്തമാണ്. ഭീഷണികൾക്ക് മുന്നിൽ തല ഉനിക്കാതെ പ്രതിരോധത്തിന്റെ പുതിയ ചരിത്രമാണ് ഇറാൻ പശ്ചിമേഷ്യയിൽ എഴുതി ചേർക്കുന്നത്. അത്ര പെട്ടെന്ന് ഇറാനെ തകർക്കാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ്. മാത്രമല്ല, അമേരിക്ക ചിന്തിച്ചതുപോലെ അല്ല കാര്യങ്ങൾ. ജനം ഇറാനൊപ്പമാണ്. ആ ജനം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ പിടിച്ചെടുക്കാൻ സാധിക്കില്ല എന്നതിന് ഏറ്റവും വലിയ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത്.